മലക്കുകളുടെ കൂടെ സ്വർഗത്തിലേക്ക് പറന്നു പോകുന്നത് ഞാൻ കണ്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നോമ്പിനെ സുന്നത്ത് നോമ്പുകളെ സ്നേഹിക്കുന്നവർ, എല്ലാ മാസവും തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്നവർ, ഏതെങ്കിലും നോമ്പ് കടന്നു വരുമ്പോ ആ നോമ്പുകൾ പിടിക്കുന്നവർ, റമദാൻ മാസത്തിലെ നോമ്പ് പിടിക്കുന്നവർ, അവർ നാളെ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ ഏത് വാതിലിലൂടെ വേണമെങ്കിലും അവർക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. നാളെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെയും കടന്നു പോകാൻ കഴിയുന്ന മൂന്നാമത്തെ പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഹഫിദത്തു ഫർജഹ, തന്റെ ഗുഹ്യഭാഗത്തിനെ സൂക്ഷിക്കുന്ന പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഗുഹ്യഭാഗത്തിനെ സൂക്ഷിക്കുന്ന പെണ്ണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം എടുത്തു നോക്ക്. ഗുഹ്യഭാഗമല്ല, തന്റെ ശരീരം മുഴുവനും സൂക്ഷിച്ചവളാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം എടുത്തു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി ഒരു പെണ്ണ് വസ്ത്രം ധരിച്ച് നടന്നാൽ അത് കാണാൻ കുഴപ്പമില്ല, പർദ്ദ ധരിച്ചടക്കുന്നു. എങ്കിൽ ഫാത്തിമ ബീവിയുടെ ചരിത്രം എന്തെന്നറിയുമോ? ഇന്ന് നമ്മുടെ പള്ളിക്കകത്തൊക്കെ മയ്യത്ത് കെട്ടിലിരിപ്പുണ്ട്. എങ്ങനെയാ മയ്യത്ത് കെട്ടിൽ വന്നത്? അതിനൊരു ചരിത്രം പറയാനുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമകൾ മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, ആ ഫാത്തിമ ബീബിയുടെ പുറകിൽ നിന്ന് സ്വർഗ്ഗത്തിൽ പോകാൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന് യോഗമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള്, ഒരു വാപ്പ എങ്ങനെയാണ് മകളെ വളർത്തിയത് എന്ന് ഈ ചരിത്രത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും.